അപ്പോൾ നമ്മളിന്ന് V-Guardൻ്റെ VG500 എന്ന് പറയുന്ന ഒരു AC സ്റ്റെബിലൈസറിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മൾ AC കണക്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് പ്ലഗ് സപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ ഇത് വർക്കാവുന്നില്ല, ഓൺ ആവുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 3-pin ടോപ്പ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണക്ട് സ്വിച്ച് ഓൺ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ വരേണ്ടതാണ്. അതിനുശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് വരേണ്ടത്. അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് ഇത്രയും കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇൻപുട്ട് പോലും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് AC ഇൻപുട്ട് ലൈനിലെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ സിമ്പിളായിട്ട് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാം. ഇൻപുട്ട് സിഗ്നൽ ലഭിക്കാത്തത് കൊണ്ടിട്ടാണ് നമുക്കവിടെ ഇൻപുട്ട് കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇൻപുട്ടിൻ്റെ ഫോൾട്ട് തന്നെയാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് നോക്കണമെന്ന് വെച്ചാൽ ഇൻപുട്ട് സൈഡ്, അതായത് ഇതേപോലുള്ള 3-pin പ്ലഗ് ടോപ്പുകളൊന്ന് ചെക്ക് ചെയ്യുക, അതിൽ വയർ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കാണാം, കാരണം വയർ ലീഡുകൾ കാര്യങ്ങളൊന്നും കട്ടായി പോയിട്ടില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ കേബിളിൽ എന്തെങ്കിലും ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ് അടുത്തായിട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ വരാം. അപ്പോൾ നിലവിൽ ഈ കേബിളിലും പ്രത്യേകിച്ച് ഫാൾട്ടും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെബിലൈസറിൻ്റെ ഇൻസൈഡിലെ ഫാൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഈ LED ലൈറ്റ്സിലേക്കൊക്കെ വരുന്നൊരു സപ്ലൈ ഇവിടെ ഉണ്ടാവും. ഈ കണക്ടർ ഇത് നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്ത് വെക്കാം തൽക്കാലത്തേക്ക്. എന്നാലും നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഉൾവശത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. നിലവിൽ നമുക്കിവിടെ ഒരു ട്രാൻസ്ഫോമർ സെക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒറ്റ ബോർഡും. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉള്ളൂ പ്രധാനമായിട്ടും. ബാക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബോർഡും ഈ ഒരു ട്രാൻസ്ഫോറും മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്കിവിടെ വരുന്ന ഔട്ട്പുട്ട് കണക്ടറും ഇൻപുട്ട് ലൈൻ കയറുന്നതുമായിട്ടുള്ള കണക്ഷൻസ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. കാരണം നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇൻപുട്ട് സിഗ്നൽ വരാത്തത് കൊണ്ടിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഒന്ന് അഴിക്കണം. അപ്പോൾ അതിന് ഈ സൈഡിൽ നമുക്കൊരു സ്ക്രൂ ഉണ്ട്, അത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താൽ മുകളിലേക്ക് ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഊരി നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഇത് ഔട്ട്പുട്ട് സെക്ഷനാണ്, ഈ പോകുന്ന ഔട്ട്പുട്ടാണ്. ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഇവിടെ നിന്ന് വരുന്ന ഒരു റെഡ് വയർ, പിന്നെ നമ്മുടെ ഒരു ബ്ലാക്ക് വയർ ഇങ്ങോട്ട് പോകുന്നു. എർത്ത് കോമൺ ആയിട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഇൻപുട്ട് സെക്ഷൻ ഒന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ എടുത്തിട്ട് ബാക്കി പരിപാടി. മൾട്ടിമീറ്റർ നമ്മൾ നേരെ ബസർ മോഡിലേക്ക് ഓൺ ആക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് ബസർ മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ബസർ മോഡിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അലാറം ലഭിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ബോർഡിൻ്റെ സെക്ഷൻ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് സെക്ഷനാണ് നമുക്ക് ആദ്യം തന്നെ കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഇൻപുട്ട് വന്നിരിക്കുന്ന എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ റെഡ് വയറാണ് ഈ വന്നിട്ടുള്ളത്. ഈ റെഡ് വയർ വന്നിട്ടുള്ളത് ഇൻപുട്ട് സെക്ഷനിൽ വരുന്ന, അതായത് നമ്മുടെ ഈ 3-pin പ്ലഗ് ടോപ്പിൽ നിന്ന് വരുന്ന റെഡ് വയറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ന്യൂട്രൽ നേരെ കണക്ട് ചെയ്ത് ബോർഡിൽ ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു ഫ്യൂസ് യൂണിറ്റ് ഉണ്ട്, അതിലേക്കാണ്. അതിനെപ്പറ്റി ഞാൻ പുറകെ പറയാം. അതിൽ തന്നെ ന്യൂട്രൽ നേരെ വന്നിട്ടുള്ളത് ഇവിടെ ബോർഡിൽ ഇവിടെ ഒരു ന്യൂട്രൽ പോയിൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ സപ്ലൈ വരുന്ന വയറിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. അപ്പോൾ റെഡ് വയർ ഇവിടെ നിന്നാണ് പോകുന്നത്, റെഡ് വയർ വരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ റെഡ് വയർ ഈ ബോർഡിലേക്ക് എത്തിയിട്ടുണ്ട്, അതായത് ഫേസ് എത്താനുള്ള സംവിധാനം ഓക്കെയാണ്. ഇനി നമുക്ക് ന്യൂട്രൽ നോക്കാം. ന്യൂട്രൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ആ പ്രിൻറ്റഡ് ബോർഡിൽ ഇവിടെയായിട്ടാണ് ന്യൂട്രൽ വരിക. ഇവിടെയും അത് ഓക്കെയാണ്. അപ്പോൾ ഫേസും ന്യൂട്രലും ഈ ബോർഡിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ വർക്കിങ്ങിലാണ് സപ്ലൈ എത്തിയിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇനി അടുത്ത 2 വയറുകൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ട്രാൻസ്ഫോമറിൽ വരുന്ന 2 വയേഴ്സാണ് ഈ കാണുന്നത്. നമുക്ക് ഈ യെല്ലോയും ബ്ലൂവും ആ 2 പോയിൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് സ്റ്റെപ്പ് അപ്പിൽ വരുന്നതാണ്. വോൾട്ടേജ് വ്യതിയാനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു സംവിധാനം. ഇനി നമുക്കിത് ഇവിടെ ഒരു റെഡ് വയർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് പവറാണ്. അതായത് നമുക്ക് AC യുടെ ഔട്ട് ഇൻപുട്ട് സൈഡിലേക്ക് വരുന്നത്. അത് ഇവിടെ നിന്ന് ഈ ബോർഡിൽ നിന്ന് ഔട്ട് പോകുന്നത്.
അങ്ങനെയുള്ള കണക്ഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫാൾട്ട് കാണിക്കുന്നത് ഇൻപുട്ട് സെക്ഷനിലാണ്. അപ്പോൾ ആ ഇൻപുട്ടിലേക്ക് എന്തുകൊണ്ട് സപ്ലൈ ചെല്ലുന്നില്ല എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടെ ഒരു ബ്ലാക്ക് വയറിൻ്റെ കേസ് പറയും. ഇവിടെയാണ് മെയിൻ ബ്ലാക്ക് വയർ വരിക. ഇത് നമ്മുടെ ട്രാൻസ്ഫോറിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഒരു വയറാണ് നമ്മുടെ ബോർഡിലേക്ക് വന്നിട്ടുള്ളത് ന്യൂട്രലായിട്ട്. അപ്പോൾ ഇൻപുട്ട് ന്യൂട്രൽ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ പിന്ന് നമുക്കൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഊരിയെടുക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ട്രാൻസ്ഫോർമർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ കട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ്. ഒരു ഫ്യൂസബിൾ യൂണിറ്റ് പോലെയാണ്. അതിൻ്റെ അകത്ത് ലെഡ് കൊണ്ട് തന്നെ ഈ 2 ടെർമിനലിലൂടെ കണക്ട് ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് ബേൺ ആവുകയോ ഓവർ ഹീറ്റ് ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയി പോകും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണത്. അതേപോലെ തന്നെ സപ്ലൈ കട്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സിഗ്നൽ അതിലേക്ക് ചെല്ലേണ്ടതുമാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഈ ബോർഡിലേക്കുള്ള കണക്ഷനിൽ ഉണ്ടായിട്ടുള്ള എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇവിടം വരെ ബാക്കി സപ്ലൈയും കാര്യങ്ങളും ഓക്കെ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് അതേപോലെ തന്നെ നമുക്ക് ഈ ഹോളിലേക്ക് ഇൻസർട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം. ഇതേപോലെ പ്രസ് ചെയ്താൽ കറക്റ്റഡ് അകത്തോട്ട് പോകും. അപ്പോൾ ഇതൊരു ഫ്യൂസബിൾ യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഇൻപുട്ട് സിഗ്നൽ അവിടെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് അഴിച്ച് നോക്കണം എന്നുള്ള കാര്യം ആദ്യം സൂചിപ്പിക്കാൻ. അപ്പോൾ നമുക്കിനി ആ ബോർഡിലേക്ക് കിടക്കാം. ബോർഡിലാണ് ഇനി ഫാൾട്ട് ഉള്ളത്. ഈ ബോർഡ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമുക്കിനി ഈ റിലേ കോണ്ടാക്റ്റിലേക്കൊക്കെ പോവുക. അത് നമ്മുടെ ടൈമർ ഡിലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുന്നതിനുള്ള ഒരു കോണ്ടാക്ടറാണിത്, റിലേ സ്വിച്ചാണിത്. അപ്പോൾ നമുക്കിതൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ബോർഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ആദ്യത്തെ റിലേ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, ഈ റിലേ കോണ്ടാക്റ്റിലേക്ക് വരുന്ന സപ്ലൈ തന്നെ നമുക്ക് ഇൻപുട്ട് വരുന്ന ഫേസ് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഈ കോണ്ടാക്ടറിൻ്റെ ഒരു ലെഗിലേക്ക് പോയിട്ടാണ് ഈ സപ്ലൈ ഉള്ളിലേക്ക് പോകുന്നത്. ആ സ്ഥലത്ത് തന്നെ നമുക്കിവിടെ ഒരു ഫാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലെഡിൻ്റെ ഭാഗം കത്തി പോയിട്ടുണ്ട്. കാരണം ഈ കോണ്ടാക്റ്റിൻ്റെ ലെഗ് വന്നിട്ടുള്ള റിലേയുടെ ലെഗ് വന്നിട്ടുള്ള ഭാഗം ഇവിടെ തന്നെ സോൾഡറിങ് വിട്ടു പോയിരിക്കുകയാണ്. അത് നമുക്ക് ഓവർലോഡ് അതേപോലെ തന്നെ ഓവർ ഹീറ്റൊക്കെ ആകുമ്പോൾ ലെഡ് ഉരുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉരുകിയ സമയത്ത് ഈ കോണ്ടാക്റ്റ് വിട്ടുപോയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൃത്യമായിട്ടൊന്ന് സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്തതിന് ശേഷം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അയൺ നമുക്ക് നല്ലപോലെ തന്നെ ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. പ്രോപ്പറായിട്ട് ആ ലെഗ് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ച് നമുക്കൊന്ന് നല്ലപോലെ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ കോണ്ടാക്ടറിൻ്റെ അതേപോലെ തന്നെ റിലേയുടെയൊക്കെ ലെഗുകൾ സോൾഡർ ചെയ്യുമ്പോൾ ഇത്തിരി നേരം ഹീറ്റ് ചെയ്തിട്ട് നല്ലപോലെ ലെഡ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉരുകി നമുക്ക് നല്ലപോലെ കിട്ടത്തില്ല. കാരണം അത്രയും പവർ എടുക്കുന്ന വശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ സോൾഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് സോൾഡറിങ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് ഇത്രയും കട്ടിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആംബിയർ ഇവിടെ യൂസ് ചെയ്താൽ പോലും ഈ ലെഡ് ഉരുകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നേരത്തെ നമുക്ക് ഇതേപോലെയൊക്കെ സോൾഡർ ചെയ്ത് വെച്ചിട്ടായിരിക്കും നമുക്ക് ആ കണക്ടർ അധികം കറണ്ട് എടുക്കുന്ന സമയത്ത് ഉരുകിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ കണക്ടർ പിന്ന്, അതായത് ഫ്രണ്ടിലെ ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന കണക്ടർ പിന്നൊന്ന് കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. സ്ക്രൂസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇപ്പോൾ ഡയറക്റ്റ് നമ്മളിത് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇൻപുട്ട് ഇൻഡിക്കേഷൻ കാണിക്കണം ഓൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കൊന്ന് പ്ലഗ് ഇൻസർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ റെഡ് വന്നു. ഇനി നമുക്ക് ഔട്ട്പുട്ട് സെക്ഷനിൽ റെഡാണ് വന്നിട്ടുള്ളത്. അതൊന്ന് മാറി നമുക്ക് ഗ്രീൻ ലൈറ്റിലേക്ക് ആകണം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് സെക്ഷനിൽ വോൾട്ടേജ് വരും. മൾട്ടിമീറ്റർ ഞാനിവിടെ AC ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ന്യൂട്രൽ, ഇവിടെ എർത്ത്, ഇവിടെ റെഡ് ഫേസ്. അപ്പോൾ ഈ ന്യൂട്രലിനും ഫേസിനും അക്രോസ് ആയിട്ട് നമുക്കിവിടെ 230 വോൾട്ട് കിട്ടണം. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമുക്കിവിടെ ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഒന്ന് അളന്ന് നോക്കാം. 234 കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 234 നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.
നമുക്കിപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് 236 ആണ്. അപ്പോൾ നോർമലായിട്ട് കറക്റ്റ് വോൾട്ടേജ് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം സക്സസ് ആണ്. അപ്പോൾ ഇതേപോലെ ചെറിയ ഫാൾട്ടുകൾ കൊണ്ടിട്ടായിരിക്കും നമുക്ക് ഓരോ ഐറ്റംസും മാറ്റേണ്ടി വരിക. അപ്പോൾ ഇതേപോലെ റിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, ചിലത് നമ്മൾ ഷോപ്പിൽ കൊടുത്തൊക്കെ തന്നെ റിപ്പയർ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതാണ് നമ്മുടെ V-Guardൻ്റെ ഇലക്ട്രോണിക് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ നെയിം പ്ലേറ്റ്. ഇതിൽ മോഡൽ നമ്പർ വരുന്നത് VG500 എന്ന് പറയുന്ന മോഡലാണ്. കപ്പാസിറ്റി വരുന്നത് മാക്സിമം 15 amps ആണ്. വർക്കിംഗ് റേഞ്ച് 170 വോൾട്ട് ടു 270 വോൾട്ട്, AC 50 ഹെർട്സിൽ. ടൈം ഡിലേ എന്ന് പറയുന്നത് 3 minutes ആണ്. അതേപോലെ തന്നെ ±20, അതായത് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ 3 minute താഴത്തേക്ക് വരും, ചിലപ്പോൾ 20 സെക്കൻഡിൻ്റെ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഇതിൽ സ്റ്റെബിലൈസറിൻ്റെ ഡീറ്റെയിൽ അവർ പറഞ്ഞുള്ളത്. കാലിബ്രേഷൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് ±2.5% അവർ തന്നെ പറയുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് 1 എയർ കണ്ടീഷൻ അപ് ടു 2 ton, 2 വരെയുള്ള ഒരു എയർ കണ്ടീഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെബിലൈസറാണിത്. അപ്പോൾ സ്റ്റെബിലൈസറിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റെബിലൈസറിൻ്റെ കേസിൽ നമുക്ക് ഈ ടൈം ഡിലേ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ AC ഓൺ ചെയ്യുമ്പോൾ അപ്പം തന്നെ ഔട്ട്ഡോർ ഓൺ ആയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ AC-യുടെ കേസാണ് പറഞ്ഞത്, അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ കേസൊക്കെ വരുമ്പോഴും ഇതേപോലെ തന്നെ സ്റ്റെബിലൈസർ പറഞ്ഞ് ചിലപ്പോൾ ഒരു 3 minutes വരെയൊക്കെ ഡിലേ ഉണ്ടാവും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ അത് നോർമലായിട്ടുള്ള ഡിലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഡിലേ കഴിഞ്ഞും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് സ്റ്റെബിലൈസർ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.